ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലും കൊണ്ടൊരു കാര്യം ആ വിഷയമാണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും കഥകൾ കേൾക്കുന്നു, കഥകളുടെ യഥാർത്ഥത്തിലുള്ള അറിവ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് പതുപോലെ നമ്മുടെ ലാഫ്സൻ സാറാണ് നമുക്ക് വേണ്ടി കഥ പറയാൻ തയ്യാറായിട്ട്. എല്ലാവരുടെയും പേരിൽ ഡോക്ടർ ലാഫ്സൻ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ലാഫ്സൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കട്ടെ. എന്തായാലും ഇന്ന് ആ കഥ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ വീതി കുറഞ്ഞ കുറെ വഴികളും ആ വഴികളിൽ ഒരുപാട് വീടുകളും ഉള്ള ഒരു ഏരിയ. ആ ഏരിയയിൽ കടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വഴി ഏതാണെന്ന് അറിയാൻ പാടില്ല. കാരണം കുറെ വഴികളുണ്ട്. വൈൻഡ് ചെയ്ത് വരുന്ന വഴികൾ എവിടേക്ക് എത്തും, എവിടേക്കാ പോവുക എന്ന് അപരിചിതനായ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരിടം. അവിടെ ഒരു ആർട്ടിസ്റ്റ് താമസിക്കുന്നു. ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടെത്തിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, ഈ ചേരിപ്രദേശമായതുകൊണ്ട് വാടക കുറവാണ്. രണ്ട്, സാധനം കടം വാങ്ങിച്ചു വന്നാൽ ആ പൈസ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഉടനെ ആ കടം തന്ന ആൾ ഓടി അന്വേഷിച്ച് വന്നാൽ എൻ്റെ സ്ഥലം കണ്ടെത്താൻ അവർക്ക് എളുപ്പമല്ല. ആ രണ്ട് കാരണം കൊണ്ടാണ് ഞാനിവിടെ താമസിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇരിക്കെ ആ ആർട്ടിസ്റ്റിനെ വെൽക്കം ചെയ്യാനായിട്ട് രണ്ട് അതിഥികളെ കിട്ടി. അത് മറ്റാരൊന്നുമല്ല, ഇതുപോലെ കലയിൽ അല്പം വാസനയുള്ള രണ്ട് ലേഡീസ് താമസ സ്ഥലം അന്വേഷിച്ച് പോവുകയായിരുന്നു. അവർക്ക് എവിടെ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഈ ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്ന് ഒരു സ്ഥലം കിട്ടാൻ എന്താ മാർഗം ചോദിച്ചു. ഈ ആർട്ടിസ്റ്റ് പറഞ്ഞു, എനിക്ക് 2 റൂമുണ്ട്, ഒരു റൂം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഞാൻ വരയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ് എൻ്റെ മാസ്റ്റർ പീസ് ആക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ട് അത് ഇതുവരെ സാധിച്ചിട്ടില്ല. എൻ്റെ ബോർഡ് വെച്ചിട്ടുള്ളൊരു റൂമാണത്. എൻ്റെ ബോർഡിനെ നിങ്ങൾ കുഴപ്പമൊന്നും കാണിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. എനിക്ക് മാസ്റ്റർ പീസ് വരയ്ക്കേണ്ട സമയമാകുമ്പോൾ കുറച്ച് നേരത്തേക്ക് മാറി തന്നാണ്. എൻ്റെ മനസ്സിലെ തീരുമാനമെടുത്ത് ഞാൻ മാസ്റ്റർ പീസ് വരയ്ക്കാൻ വരുമ്പോൾ മാത്രം എനിക്ക് റൂം ഒഴിഞ്ഞു തന്നാൽ അതൊരു നിങ്ങൾക്ക് താമസിക്കാൻ പറഞ്ഞു. ഇത് വളരെ സന്തോഷമായി. 2ാം നിലയിലുള്ള ആ അപ്പാർട്ട്മെന്റിൽ ഒരു റൂമിൽ ഇത് താമസിക്കാൻ തുടങ്ങി. ജോൺസിയും കൂട്ടുകാരിയും അങ്ങനെ അവിടെ താമസമാക്കിയിട്ട് അവർ കൊച്ചു കൊച്ചു ചിത്രങ്ങളൊക്കെ വരച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. പകൽ സമയത്ത് മിക്കവാറും അവർ പുറത്തു പോകും, അവിടെയുള്ള കാഴ്ചകൾ കാണും. ലാൻഡ്സ്കേപ്പ് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് റൂമിൽ വരും. രണ്ടുപേരും ചേർന്ന് കുറച്ച് ആഹാരം ഉണ്ടാക്കി കഴിക്കും. ബാക്കി സമയം അവർ ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ കഴിഞ്ഞുകൂടി പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇവരുടെ ആ സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള ആ ആർട്ടിസ്റ്റ് ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നില്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിൽ ഒരു പനി പടർന്നു പിടിക്കാൻ ഇടയായിത്തീർന്നു. പനി പടർന്നു പിടിക്കാൻ ഇടയായിത്തീർന്നപ്പോൾ പലരും ന്യൂമോണിയ എന്ന ആ രോഗത്തിന് അടിമയായിത്തീർന്നു. പലരും മരിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ജോൺസി എന്ന് പറയുന്ന കലാകാരിക്ക് പനിയുടെ ചില ലക്ഷണങ്ങൾ കണ്ടു. കൂട്ടുകാരിക്ക് ഭയങ്കര പരിഭവമായി. കൂട്ടുകാരിക്ക് പരിഭവം ഉണ്ടാകാൻ കാരണം മറ്റൊന്നുമല്ല, ഈ തണുത്ത ആ കാലിന്റെ രൂപം വന്ന് തൊട്ടാൽ പിന്നെ കാലപുരിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. പലരും ആ വഴി അങ്ങ് പോവുക ചെയ്യുന്നു. അതുകൊണ്ട് തൻ്റെ ജോൺസിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കൂട്ടുകാരി ഭയപ്പെട്ടു. ഏതായാലും ഭയപ്പെടുകയല്ലാതെ മറ്റും ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ട് അവൾ കൂട്ടുകാരിയെ വേണ്ടത്ര പരിചരിച്ചു. പക്ഷേ രോഗം മൂർച്ഛിച്ചു വരികയാണ്. പ്രതീക്ഷിക്കാതെ 3ാം ദിവസം ആകുമ്പോഴേക്കും അവൾ കിടപ്പിലായി. ജോൺസി കട്ടിൽ നിന്ന് എണീക്കുന്നില്ല. ഉടനെ ആ കലാകാരനോട്
തൻ്റെ കൂട്ടുകാരുടെ അവസ്ഥ അറിയിച്ചു. അയാൾ ഉപദേശിച്ചു എത്രയും വേഗം ഡോക്ടറെ കൊണ്ടുവരികയാണ് നല്ലത്. അങ്ങനെ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ തണുപ്പൻ ഇവളെ തൊട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ കലശലമായ ഒരു ക്ഷീണമൊക്കെ കാണുന്നത്. ഏതായാലും കൃത്യമായി തരുന്ന മരുന്നുകൾ കഴിക്കുക, പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുക, അതാണ് ഇതിന് പോംവഴിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ഒരു ഉപദേശിച്ചു. ഞാൻ അവിടെ ഉണ്ട്, താഴെയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ മാസ്റ്റർ പീസിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആലോചിക്കാനായിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അല്പം മദ്യം കഴിച്ച് ഞാൻ താഴെ വിശ്രമിക്കുകയാണ്. ഞാൻ ഈ റൂമിലേക്ക് വരുന്നില്ല, നിങ്ങൾ അവിടെ വിശ്രമിക്കൂ, എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം താഴേക്ക് പോയി. എന്നാൽ ജോൺസി ആകട്ടെ കടുത്ത നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നും പോകാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ആഹാരം തരണ്ട, എനിക്ക് മരുന്നൊന്നും വേണ്ട. ഇവിടെ കഴിഞ്ഞുകൂടുന്നേക്കാൾ എത്രയോ സുഖമാണ് ആ ഭൂമിയിലെ പ്രതലത്തേക്ക് ഇങ്ങനെ ഉയർന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഐ ലൈക്ക് ഇറ്റ് സോ മച്ച് എന്ന് ജോൺസി കൂട്ടുകാരോട് പറഞ്ഞു. കൂട്ടുകാരിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര പേടിയായി. അവൾ വേഗം താഴെയുള്ള ആ കലാകാരനോട് വിവരം പറഞ്ഞു. ഇങ്ങനെ അവൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾ വന്ന് ജോൺസിയെ കുറെ വഴക്ക് പറഞ്ഞു. ആവശ്യമില്ലാത്തവരും ചിന്തിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മരുന്ന് കൃത്യമായി കഴിച്ചാൽ മാറാവുന്ന അസുഖമേ ഉള്ളത്. ഈ പനി എന്ന് പറയുന്നത് അത്ര വലിയ അസുഖമൊന്നുമല്ല, അത് വേറെ ചില രോഗത്തിന്റെ ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ കുറെ വേദാന്തൊക്കെ ഓതി അയാൾ പോയി. ഭക്ഷണം കഴിക്കാൻ പാടില്ല, കഴിക്കാതിരിക്കാൻ പാടില്ല, എന്തായാലും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് ഉപദേശം കൊടുത്തു. എന്തായാലും അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ജോൺസി അല്പ ആഹാരം അന്ന് കഴിച്ചു എന്ന് കരുതി. പക്ഷേ അന്ന് രാത്രി വീണ്ടും രോഗം മൂർച്ഛിക്കുകയാണ്. ജോൺസി കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ എണ്ണാൻ തുടങ്ങുകയാണ്. ഞാൻ എന്താ എണ്ണുന്നതെന്ന് എനിക്ക് സംശയം ഉണ്ടാകും. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ കിടക്കുമ്പോൾ ഈ ജനലയുടെ നേരെ ഒരു ഐവി പ്ലാന്റ് വളർന്നത് പന്തിരിച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇലകൾ ധാരാളം കൊഴിയുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഈ തണുത്ത കാറ്റ് വീശുന്ന അവസരത്തിൽ ആ ഐവിയുടെ മുകളിൽ നിന്ന് ഇലകൾ താഴേക്ക് വീഴുന്നുണ്ട്. അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഇല പോകുന്നതോടുകൂടെ ഞാൻ ഇവിടുന്ന് പറന്നു പോകും മോളെ എന്ന് കൂട്ടുകാരിയോട് ജോൺസി പറഞ്ഞു. അങ്ങനെ അവൾ എണ്ണാൻ തുടങ്ങി. 51, കുറച്ച് കഴിഞ്ഞ് 50, താഴോട്ട് എണ്ണുകയാണ്. അങ്ങനെ എണ്ണി തളർന്ന സ്വരത്തിലാ, ശബ്ദം കാര്യമായിട്ട് പുറത്തു വരുന്നില്ല. ജോൺസി കൂട്ടുകാരി ചെവി അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു വെച്ചു. ജോൺസിയുടെ ചുണ്ടോട് അടുപ്പിച്ചു വെച്ചപ്പോൾ അവൾ കേൾക്കുന്നത് 15 എന്നാണ്. കുറച്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 14. ജോൺസി കൂട്ടുകാരിക്ക് ഭയങ്കര പേടിയായി. അവൾ പറയുന്നത് അവസാനത്തെ ഇല കഴിയുന്നതോടുകൂടെ പോകുമെന്നാണ്. എണ്ണം തുടങ്ങുമ്പോൾ 50s ഇപ്പൊ 15 കഴിഞ്ഞ് 14 ആയി കുറഞ്ഞു വരികയാണ്. തൻ്റെ കൂട്ടുകാരി തനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ എന്ന് ചിന്ത. അവൾ ഉദ്ദേശിച്ച പോലൊന്നും കാര്യം ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് നല്ല കലാസൃഷ്ടി ഉണ്ടാക്കിയിട്ട് നല്ല ഫേമസ് ആയി തീരണമെന്ന ആഗ്രഹത്തോടുകൂടെയാ രണ്ടുപേരും വന്നത്. പക്ഷേ ജോൺസി വിട്ടുപോയിട്ടുള്ളൊരു ജീവിതം അവൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അത്ര അറ്റാച്ച്ഡ് ആണ് അവർ. അങ്ങനെ അവൾ ആ കലാകാരൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവൾ ഒന്ന് താഴേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൾക്ക് തോന്നി, വേണ്ട, ഞാൻ അങ്ങനെ ഇപ്പൊ അവൾ വിട്ടുപോയാൽ ഇവൾ പെട്ടെന്ന് എണ്ണിത്തീർന്ന് 1 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് അവൾ ഇനി എണ്ണണ്ട എന്ന ചിന്തയോടുകൂടെ ആ ജനാലയുടെ കർട്ടൻ വലിച്ചിട്ടു. പക്ഷേ ജോൺസി വിട്ടില്ല. ജോൺസി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ഉടനെ കൂട്ടുകാരെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു. ആര് പറഞ്ഞു ആ ബ്ലൈൻഡ് മാറ്റിടാനായിട്ട്? ബ്ലൈൻഡ് നീക്കിടൂ, എണ്ണട്ടെ, എനിക്ക് എണ്ണണം. വൈ ഷുഡ് യു obstruct me? Let me go on my way. You are selfish എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരെ വഴക്ക് പറയാൻ തുടങ്ങി.
ഞാൻ പോയാൽ എനിക്ക് ഒറ്റയ്ക്കാകുന്ന പേടിയുണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ. മനുഷ്യർ അങ്ങനെയാ, സെൽഫിഷ് ആവും. ഞാൻ മരിച്ചു പോയാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ വഴിക്കാൻ പൊക്കോട്ടെ. ഞാൻ ആ ഉയർന്ന് ലൈറ്റായിട്ട് ആ സ്വർഗത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് ഒബ്സ്ട്രക്ട് മീ, എന്നെ തടസ്സപ്പെടുത്തരുത്, ബ്ലൈൻഡ് തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറഞ്ഞു. ഗതിയില്ലാത്തതുകൊണ്ട് അവൾ ആ ബ്ലൈൻഡ് തുറന്നു. അപ്പോഴേക്കും അവൾ കാണുകയാണ് ആ ഐവി ലീവിൽ ഇപ്പോൾ 8 ഇലകളെ ഉള്ളൂ. ജോൺസൺ കൂട്ടുകാരി നല്ല പേടിയായി. അവൾ ഇടയ്ക്ക് വെച്ച് എങ്ങനെയോ ഇവൾ അറിയാതെ ആ കർട്ടൻ വലിച്ച് ഇട്ടിട്ട് താഴേക്ക് പോയിട്ട് ആ കലാകാരനോട് വിവരം പറഞ്ഞു. അവൾ പറയുന്നു അവസാനത്തെ ഇല ഐവിയിൽ നിന്ന് പോകുന്നതോടുകൂടെ അവൾ ജീവൻ പോകുമെന്നാണ് അവൾ പറയുന്നത്. അയാൾ പറഞ്ഞു ഇതെന്ത് ഭ്രാന്താണ്, ഐവിയുടെ ഇല അവിടെ കിടക്കുന്നു, ഇവളുടെ ജീവൻ അവിടെ കിടക്കുന്നു, അത് തന്നെ എന്ത് ബന്ധം എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സാകുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ കർട്ടൻ അടച്ചിട്ട് കൂട്ടാക്കുന്നില്ല, കർട്ടൻ അടയ്ക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇവൾ തിരിച്ചു വരുമ്പോഴേക്കും ജോൺസി പതിവ് പോലെ റൂഡായിരിക്കുകയാണ്. നീ എൻ്റെ ഒരു കൂട്ടുകാരിയാണോ, ഇങ്ങനെയാണോ ഒരു കൂട്ടുകാരി ചെയ്യുന്നത്, എന്നെ എൻ്റെ ക്രിയേറ്റീവിൽ നിന്നും എൻ്റെ ചിന്താഗതിയിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വഴക്ക് പറഞ്ഞ് വീണ്ടും ആ ബ്ലൈൻഡ് മാറ്റിയിടിപ്പിച്ചു. 5 വരെയായി. 5 വരെ ആയപ്പോഴേക്കും ജോൺസി വളരെ തളർന്ന് അറിയാതെ ഉറങ്ങി. കൂട്ടുകാരിയായി പിന്നെ നോക്കുന്നത് ഇല എത്രണ്ണം ബാക്കിയുണ്ട് അവൾ നോക്കുകയാണ്. അവൾക്ക് പേടിയായി. 3 ഇലയെ ബാക്കിയുള്ളൂ. ഇനി 3 ഇലയും കൂടെ വീണിക്കഴിഞ്ഞാൽ ജോൺസി പറഞ്ഞത് ശരിയാണെങ്കിൽ അവൾ എന്നേക്കും നഷ്ടപ്പെട്ടു പോകും. അവൾ ജോൺസി തൊട്ടു നോക്കി. നല്ല പനിയുണ്ട്. ഇനി എന്ത് ചെയ്യും, അവൾക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ചിന്തയിലേക്ക് ഒന്നും വരുന്നില്ല. ഗതി ഒന്നുമില്ല, എന്തെങ്കിലും ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ല. അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തവളായിട്ട് അവൾ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കുറെ നേരം ഇരുന്നപ്പോൾ അവളും എപ്പോഴോ ഉറങ്ങിപ്പോയി. പുലരാൻ സമയത്ത് ജോൺസ് എഴുന്നേറ്റു, എന്നിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോഴാണ് കൂട്ടുകാരി ഉണർന്നേക്കുന്നത്. ചോദിച്ചു ആര് പറഞ്ഞു നിന്നോട് കർട്ടൻ അവിടെ വലിച്ചിടാനായിട്ട്? ഞാൻ പറഞ്ഞതല്ലേ ബ്ലൈൻഡ് മാറ്റിയിടുന്നു പറഞ്ഞതല്ലേ, എന്തിനാ നീ ബ്ലൈൻഡ് വലിച്ചടച്ചത് എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു ഞാൻ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ അടച്ചിട്ടതാണ്, വേറെ ഒന്നുമല്ല, എനിക്ക് ജല്ല മുഴുവനായിട്ട് അടച്ചിടണമെന്ന ആഗ്രഹം, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ജല്ല മുഴുവൻ അടച്ചിട്ടില്ല, ബ്ലൈൻഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇതേ തുറക്കു നീ എന്ന് ക്രൂരമായി അവൾ അട്ടഹസിച്ചു. എന്തായാലും മനസ്സോടുകൂടെ അവൾ ആ കർട്ടൻ നീക്കിയപ്പോൾ അത്ഭുതം എന്നല്ലേ പറയുന്നു, ഒരു ലീഫ് അത് ബാക്കി നിൽക്കും. ജോൺസിയോട് കൂട്ടുകാരി പറഞ്ഞു നീ വിചാരിച്ച പോലെയല്ല, ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ആ ലീഫ് താഴെ വീഴില്ല, കണ്ടോ ഇത്രയും കാറ്റിനിട്ട് വീഴുന്നില്ലോ, ഇനി അത് വീഴില്ലെന്ന് പറഞ്ഞു. ജോൺസി പറഞ്ഞു നേരാണോ, എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണോ? ഉള്ള കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അവിടെ ഒരു ലീഫ് നിൽക്കുന്നുണ്ട്, ഞാൻ അത് കാണുന്നു, അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതേലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ ആ ഹാൻഡ് മിറർ ഒന്ന് കൊണ്ടുവരൂ, ഞാൻ എൻ്റെ മോൻ നോക്കട്ടെ. ഹാൻഡ് മിറർ കൊണ്ടുവന്നു. അവൾ നോക്കി. ആ ലാസ്റ്റ് ലീഫ് എന്നൊന്ന് വിട്ടുപോകാതെ നിൽക്കുന്നത് ഒരു പക്ഷേ എന്നോടുള്ള ക്രൂരതയായിരിക്കും. ഞാൻ ഉടനെ പറന്നു പോകാൻ ദൈവം അനുഭവിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ എന്ന് ചോദിച്ചു. കൂട്ടുകാർ പറഞ്ഞു ശരിയാണ്, നീ ഇപ്പോൾ പോകാൻ പാടില്ല, തീർച്ചയായിട്ടും നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ ജോൺസി പറഞ്ഞു എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കൊണ്ടുവരാവും. ജോൺസി കൂട്ടുകാരിക്ക് വലിയ സന്തോഷമായി. അവൾ വേഗം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായിട്ട് മുന്നോട്ട് പോയി കുടിക്കാൻ കൊടുന്നു കൊടുത്തു. വിവരം പറയാനായിട്ട് അവൾ താഴേക്ക് ഓടി ഇറങ്ങി. കലാകാരനോട് അവൾക്കുണ്ടായ വ്യത്യാസം ഒന്ന് പറയിക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഓടിയിറങ്ങിയപ്പോൾ
കുറെ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നു. അവരുടെ ഇടയിൽ ആ വൃദ്ധനായ ആർട്ടിസ്റ്റ് തൻ്റെ മാസ്റ്റർ പീസ് വരച്ച് താഴേക്ക് ഇറങ്ങുന്നതോടുകൂടെ കോണിയും തെന്നി വീണ് മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ ലാസ്റ്റ് ലീഫ്. ജോൺസി കാണുന്ന ഭാഗത്തേക്ക് ആ ഐവിയുടെ അല്ല, അവസാനത്തെ അല്ല, അവിടെ അവൾ നോക്കുമ്പോൾ കാണത്തക്കവണ്ണം അദ്ദേഹം വരച്ച് പൂർത്തിയാക്കിയിട്ട് ആ ജനലയ്ക്ക് നേരെ സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് ലീഫ് വീഴാതിരിക്കുന്നത്. അത് എത്ര മഴ വന്നാലും വീഴില്ല. ആ രീതിയിലാണ് അദ്ദേഹം അത് വരച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ലീഫാണെന്ന് മാത്രം തോന്നാവുന്ന രീതിയിൽ മാസ്റ്റർ പീസായിട്ട് തന്നെ അദ്ദേഹം അത് കടഞ്ഞെടുത്ത് അവിടെ കൊണ്ടുവച്ചു. ആ ലാസ്റ്റ് ലീഫ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായി ജോൺസിയുടെ ജീവൻ തിരിച്ചു കിട്ടുവാൻ ഇടയായത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിന്റെ ഇന്നർ സൈഡിലെ ഭാവതലങ്ങളെയൊക്കെ മാറ്റി മറിച്ച് സാറിന്റെ വാക്കുകളിൽ ആ മരണം മുന്നിൽ കാണുന്ന ഒരവസ്ഥ പോലും കൃത്യമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നല്ല മനോഹരമായ എൻഡിങ്, എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം വരുന്ന രീതിയിൽ തന്നെ. എങ്കിലും അവിടെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഇതിന്റെ അകത്ത് ചെറിയ താങ്ക് യു സാർ വൺസ് അഗെയിൻ. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. രജിസ്റ്റർ അഫ്സൽ സാറ് ഞാൻ തുടക്കം കേട്ടില്ല, എന്നാലും ഞാൻ ഒ ഹെൻറിയുടെ ലാസ്റ്റ് ലീഫ് എന്ന കഥയാണെന്ന് വിചാരിക്കുന്നു. അതല്ലേ സാറേ? ഓക്കെ, ഓക്കെ. ഞാൻ പകുതിയപ്പോഴാണ് കയറി. തീർച്ചയായിട്ടും വളരെ ഹൃദയസ്പർശിയായിട്ട് ആ കഥ സാർ ഇവിടെ നറേറ്റ് ചെയ്തു. അതായത് ഒരുപാട് സത്യങ്ങൾ ഇതിനകത്തുണ്ട്. മൈൻഡും ബോഡിയും മൈൻഡും തമ്മിൽ വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്. മനസ്സ് പറയുന്നതാണ് ശരീരം പ്രവർത്തിക്കുന്നത്. മനസ്സാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള. മൈൻഡ് ഈസ് ദ റിച്ചസ്റ്റ് തിങ് ഇൻ ദ ബോഡി എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ബോഡി പ്രവർത്തിക്കുന്നത്. തിരിച്ചും പറയാൻ സാധിക്കും. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് മൈൻഡ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുപോലെ തിരിച്ചും ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകും. ഇതിന് സമഞ്ജസം വളരെയധികം ഇഴുകിച്ചേർന്നിരിക്കുന്നതാണ്. ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നമ്മുടെ സാധാരണ ഡോക്ടർമാരെ ചികിത്സിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകളെയും അതിന്റെ ലക്ഷണങ്ങളെയും മാത്രമാണ്. എന്നാൽ ഈ ശാരീരിക അസ്വസ്ഥതകൾ പലതും നമ്മുടെ മാനസികമായ കാരണങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ളത് ആധുനിക മനഃശാസ്ത്രം പറയുന്നു. സൈക്കോസൊമാറ്റിക് ആണെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെയും ഒ ഹെൻറി 200 വർഷം മുമ്പ് എഴുതിയ കഥയാണെന്ന് എനിക്ക് 19th സെഞ്ചുറിയിൽ എഴുതിയത്. അന്നേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഡോക്ടർമാരത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മനഃശാസ്ത്രന്മാർ പോലും മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥ. ഓരോ നിമിഷവും ഇങ്ങനെ എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് വളരെ ജിജ്ഞാസയോടുകൂടി വളരെയധികം സസ്പെൻസ് ഉള്ളതായ കഥ. അത് വളരെ ഭംഗിയായിട്ട് സാറ് വളരെയധികം നമുക്ക് ഇതുണ്ടാക്കും. മാനസികമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ട് സാർ വായിച്ച് കേൾപ്പിച്ചു. സാറിന് കഥ പറയുന്നതിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടെന്നതിൽ മനസ്സിലായി. തീർച്ചയായും സാറിനെ ഞങ്ങളുടെ ഇംഗ്ലീഷ് സെഷനിൽ ഇപ്പോൾ കാണാത്തത് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് സെഷനിൽ ഇപ്പോൾ കഥയൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓവർ ടു യു സാബു സർ. റോയ് സാർ, ജ്യോതിമാർ സാർ. സാറേ, അല്ല, റോയ് സാർ പറയട്ടെ. സാർ പറഞ്ഞോ. ഓക്കെ, ലോക്ഷൻ സാർ, അതെ, രാജു സാറിന്റെ അതേ പാതയിലൂടെയാണ് ഞാൻ മനസ്സിലെ എല്ലാം കറക്റ്റ്. അത് ആ ഇല അത് വീണിരുന്നു എങ്കിലോ ഒന്ന് ഓർക്കുകയാണ് ഞാൻ. ആ അവസാനത്തെ ആ ലീഫും വീണിരുന്നെങ്കിൽ എന്തായിരിക്കാം അതാണ്. കാരണം അതാണല്ലോ സാധാരണ നമ്മൾ പറയുന്നില്ലേ, സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ പറയൂലേ പൊതുവെ. നമ്മൾ അതിന് നല്ലൊരു ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സ് മാറുന്നു എന്ന് പറഞ്ഞ പോലെ, ആ ഇല അവിടെ നിൽക്കുന്നിടത്തോളം കാലം അവർ മരണപ്പെടില്ല.
അതാണല്ലോ അതിൻ്റെ ഒരു അതെ. അത് ഇവിടെ എന്തെല്ലാം ഇതിനെപ്പറ്റി പറയാൻ ധാരാളം ഉണ്ട് സാറേ. ആ ആർട്ടിസ്റ്റ് വളരെ എന്താ പറയണ്ടേ, അല്ലെങ്കിൽ വളരെ നിർബന്ധിച്ചു, എന്താണ് ഒന്ന് ഭക്ഷണം കഴിക്കണം, ക്ഷീണമാണ്, രക്ഷപ്പെടണം, അങ്ങനെയൊന്നും പറയരുത് ഒക്കെ പറഞ്ഞു. ആ സമയത്ത് സ്വല്പം അനുസരിക്കുകയും വീണ്ടും അവർക്ക് മരണത്തിലേക്ക് പോകണം തന്നെ. അതേ സമയത്ത് അദ്ദേഹം അവിടെ കൂട്ടുകാരി അവിടെ അവർ പറയുന്നു ഞാൻ സെൽഫിഷാണെന്ന്, എങ്കിലും നീ സെൽഫിഷാണെന്ന് പറയുന്നു, എങ്കിലും ആ സ്നേഹബന്ധം, ആ സ്നേഹം ഒരിക്കലും മായരുത്, നീ വേണം. അപ്പോൾ സെൽഫിഷ് എന്ന് നീ പറയുമ്പോഴും അതൊരു തലം. പക്ഷേ നീ വേണം ആ സ്നേഹവായ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ശക്തി. അതോടൊപ്പം ആരും അറിയാതെ ഇതുപോലെ ധാരാളം പേരുണ്ട് സാറേ. ആരും അറിയാതെ നമ്മൾ ആർട്ടിസ്റ്റ് ആരും അറിഞ്ഞില്ല, അവരും അറിഞ്ഞില്ല, കൂട്ടുകാരും അറിഞ്ഞില്ല, ജനലിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ എന്താണ് ആ ലീഫ് ഇങ്ങനെ വരച്ച് അവിടെ വെടിപ്പിച്ചു. പക്ഷെ അത് നോക്കൂ, ഒരു ജീവൻ രക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാലോ. ഇങ്ങനെ ധാരാളം പേര് പലരെയും അറിയാതെ നമ്മെ സഹായിക്കുന്നവരുണ്ട് സത്യം. ഇതൊക്കെയാണ് കുറേ ഇതിനെപ്പറ്റി നന്നായിട്ട് അവലോകനം ചെയ്യാൻ പറ്റും. സാറ് എടുത്ത ഈ ഒരു സബ്ജക്റ്റ് വളരെ നന്നായി അവരതാ വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ നിൽക്കുന്നു. ഇന്ന് നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ജോൺസി ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. റോയ് സാർ. ഈ ജോൺസിയും കൂട്ടുകാരുമായിട്ടുള്ള താമസവും ആർട്ടിസ്റ്റായ സ്ഥലമുടമയുടെ താമസവും എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഈ കഥയുടെ പ്രധാനമായ കാര്യങ്ങൾ. അപ്പോ ന്യൂമോണിയ വന്നു, മരണം സ്വപ്നം കാണുന്ന ജോൺസി. അപ്പോ ആ മരണത്തിന്റെ ഇത് ഇരകൾ വീഴുന്ന എണ്ണിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു, ഓക്കെ. പക്ഷേ അതിനിടയ്ക്ക് ഈ എണ്ണാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരി കാണിച്ചപ്പോൾ ഈ ജോൺസിക്ക് തോന്നി, ഞാൻ പോയാൽ നീ ഒറ്റയ്ക്കാകും എന്നുള്ളത് കൊണ്ടല്ലേ നീ ഇത് മൂടിയിടുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. കാരണം അല്ലാണ്ട് അവൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മരിക്കണേന്ന്. പക്ഷേ അവിടെ ഒരു സ്വാർത്ഥതയുണ്ട്, നീ ഒറ്റയ്ക്കാകുമെന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ഈ ഇതിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം അത് വളരെ ഇതായിട്ട് തോന്നി. പിന്നെ ആ ഒരില ഈ ആർട്ടിസ്റ്റ് വരച്ചു വെച്ച ഇല, അത് റിയലി ആ അവസാന ഭാഗമായിട്ടാണ് അത് കണ്ടത്. കാരണം ഈ മരണം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഇല പൊഴിയുന്നത് കാണാതിരിക്കാൻ കട്ടം വലിച്ചിട്ടപ്പോൾ പറഞ്ഞല്ലോ, എന്തിനാ നീ കട്ടം വലിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞല്ലോ, എനിക്ക് തണുപ്പടിക്കുന്നു, അത് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ടം വലിച്ചിടുന്നത് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപകരിക്കുന്നു. ഓക്കെ, ഏതായാലും ഈ ചെറിയ ഒരു വിഷയം ഒത്തിരി ഇൻസൈറ്റ് തരുന്നുണ്ട് കാര്യങ്ങളിൽ. ഞാനത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നിതേ ഉള്ളൂ. ഞാൻ പോയാൽ നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞപ്പോൾ നീ ഒറ്റയ്ക്കാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോകുന്നതിനുള്ള വിഷമം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത് പറഞ്ഞ ആ കാര്യം എനിക്ക് വളരെ ഇതാണ്. നീ എന്തിനു ഇത് അടച്ചിടണേ എന്ന് ചോദിച്ചു പറഞ്ഞല്ലോ, എനിക്ക് തണുപ്പ് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ അടച്ചിടുന്നത്. ഇതൊക്കെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ഇത് കാണിക്കാനായിട്ട്. ഇനി നല്ല ചെറിയ ഒരു പ്രമേയം ഒത്തിരി ആശയങ്ങൾ കണ്ടു. ഞാൻ കണ്ട 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സാർ. ജോഷി സാർ. സാർ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഗുഡ് ഈവനിങ്. ജാക്സൺ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. നല്ലൊരു കഥ വളരെ ചെറിയ സമയം കൊണ്ട് വർത്തമാനകാലത്തിൻ്റെയും ഇനിയും വരാനിരിക്കുന്ന കാലത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥ തന്നെയാണ്.
നമ്മുടെ ഈ സെഗ്മെന്റിന്റെ പേര് കഥയിലുമുണ്ട് കാര്യം എന്നുള്ളതാണ്. ലാസ്റ്റ് ലീഫ്. കഥയ്ക്കുള്ളിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, നിത്യസത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച് ഈ കഥ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ് മരിക്കും എന്നുള്ളത്. ഞാൻ മരിക്കും എന്നുള്ളത്. നിങ്ങൾ മരിക്കും എന്നതുപോലെ തന്നെ ഞാൻ മരിക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചിലപ്പോഴെങ്കിലും ആളുകൾ അത് പറയാറുമുണ്ടാകും. എന്നാൽ മരിക്കാൻ എല്ലാവർക്കും മടിയുണ്ട് എന്ന് തന്നെയാണ് മറ്റൊരു സത്യം. ആ മടി പല രീതിയിൽ ആളുകൾ പ്രകടിപ്പിക്കും. മരിച്ചങ്ങ് പോയാൽ മതിയല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം നമ്മളെ ഒരുപക്ഷെ പിടികൂടുമെന്നും അറിയാം. ഒരുപക്ഷെ പലരുടെയും മരണ വാർത്തകളും മരണവും ഒക്കെ കണ്ടിട്ടുള്ള നമുക്കത് അറിയാം. എങ്കിലും നമ്മളുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഭയമുണ്ട്. ആ ഭയമാണ് ഓരോ ഇല വീഴുമ്പോൾ എണ്ണുന്നത്. അവസാനത്തെ ഇലയിലേക്ക് വരുമ്പോൾ ഭീതി വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് വെച്ച് നീ ഒറ്റയ്ക്കാകും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് മരിക്കാൻ പേടി എന്ന് പറയുന്നതിന് സമാനമായി ആളുകൾ പല രീതിയിൽ പല വർത്തമാനങ്ങൾ പറയും. എൻ്റെ ഈ കൊച്ചിൻ്റെ കല്യാണം കൂടെ ഒന്ന് കണ്ടിട്ട് വേണം, അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോടെ ഒന്ന് കണ്ടിട്ട് പോകണം, അവനെ ഒന്ന് സ്കൂളിൽ ചേർക്കും എന്ന് പറഞ്ഞാൽ മരിക്കാൻ മടിയുണ്ടെന്ന് കൂടിയാണ് അതിൻ്റെ അർത്ഥം. മടിയില്ലെങ്കിലൊക്കെ പോയാൽ പോലെ. ഇതെല്ലാം ഏതെങ്കിലുമൊക്കെ പലപ്പോഴും ഒക്കെ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. എല്ലാം സംഭവിക്കേണ്ടതുപോലെ സംഭവിക്കും, ഉടയവനെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നമുക്കൊരു മടി ബാക്കി നിൽപ്പുണ്ട്. പിന്നെ ആകെപ്പാടെ എന്താണ്, ചെറുപ്പമായിരിക്കുമ്പോൾ പലരും വിചാരിക്കുന്നു ഇപ്പം മരിക്കത്തില്ലതായാലും കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ മരിക്കുള്ളൂ. അപ്പോൾ വളരെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് ഈ മഹാകാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പലരോടും പറയാനും ഉപദേശിക്കാനും ഒക്കെ, ഇവിടെയുമൊക്കെ ചില്ലറ ഉപദേശങ്ങളൊക്കെ ഈ ആയുസ് നീട്ടിക്കിട്ടാൻ, പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ ഉള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മരിക്കാനുള്ള മനുഷ്യന്റെ ഭയത്തെ, മനുഷ്യന്റെ ഭയം മറച്ചു വെച്ചുകൊണ്ട് പറയുന്ന മനുഷ്യന്റെ ചില കള്ളത്തരത്തെ ഒക്കെ ഇതിൻ്റെ അകത്ത് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രമേയമാണ് അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുക. ഒരില താഴെ വീഴാതിരിക്കാൻ വരച്ചു വെക്കുന്ന കലാകാരനും ആ കലാകാരനെ പ്രേരിപ്പിക്കുന്ന വ്യക്തികളും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റൊരാളിൻ്റെ നിലനിൽപ്പിന്, ജീവിക്കാനുള്ള പ്രചോദനത്തിന് പ്രവൃത്തിയെടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെന്നെങ്കിൽ എന്തിനാ ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് അവിടെ പറയുന്നത്. മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരില വീഴാതിരിക്കാൻ പരിശ്രമിക്കുക. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിന്റെ ഉത്തരവാദിത്വം എന്നാണ് പഠിപ്പിക്കുക. അതിനുവേണ്ടി ജീവിക്കാം, തീർച്ചയായിട്ടും. ആ ഒരില വരച്ചു തീരുവോളം എന്നെ ജീവിപ്പിക്കണമേ, അത്രയും വരെ മതി, അത്രയും വരേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹം സ്റ്റെപ്പിൽ നിന്നും, സ്റ്റെയർ കേസിൽ നിന്നും താഴെ വീഴുന്നു, മരിക്കുന്നു, രംഗം കാലിയാക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ ഉദ്ധരിച്ചിട്ട് കേരളത്തെയും ഇന്ത്യയും മുഴുവൻ കരകയറ്റി കേരളത്തിന്റെ മുഴുവൻ കടബാധ്യതയും തീർത്തിട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ എന്നൊന്നും ആരും വാശി പിടിക്കണ്ട. ഒരില ബാക്കി വെച്ചിട്ട് സ്ഥലം വിട്ടോളുക, ബാറ്റൻ അടുത്തയാള് നോക്കിക്കോളും. ഇതായിരിക്കട്ടെ ഇതാണ്
ആയിരിക്കും ഇതിന്റെ സന്ദേശമെന്നാണ് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മരണത്തെ ഭയപ്പെടുന്നുണ്ട് എല്ലാവരും. മരിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ മനസ്സിൽ കടന്നുകൂടി കഴിയുമ്പോൾ, അതാണ് ഈ കൗണ്ട് ഡൗൺ, അവിടെയാണ് അത് ഭീതി കൂടുതലുണ്ടാകുന്നത്. അല്ലാത്തപ്പോൾ ചുമ്മാ ഇത് പഠിച്ച ഒരു തത്വം പോലെ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. മരിക്കും എന്ന് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ, എന്തെങ്കിലും രോഗമാകാം, ഇല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുന്നത് കാണുമ്പോഴൊക്കെ ഈ ഭയം ചിലപ്പോൾ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരും. തീർച്ചയായിട്ടും ഈ ഭീതിയുടെ ഇടയിലും ഒരു മനുഷ്യനെ ജീവിക്കാനായിട്ട് ഇങ്ങനെ ഭീതിപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു ഇല വീഴാതിരിക്കാനുള്ള ഒരു പ്രവൃത്തിയിൽ നാം ഏർപ്പെടണമെന്നുള്ള ഒരു മഹാസന്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. തീർച്ചയായിട്ടും ഈ സായാഹ്നത്തിൽ കഥയിലുമുണ്ട് കാര്യം എന്നുള്ളത് അന്വർത്ഥമാക്കിയിട്ടുണ്ട് ലാബ്സൺ സാറ്. എല്ലാ മംഗളങ്ങളും. വീണ്ടും നല്ല കഥകളുമായി വരണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മ്യൂട്ടാ. താങ്ക് യു ജോഷി സാർ. തീർച്ചയായും വളരെ മനോഹരമായി സാർ ഇതിന്റെ ബാക്കി പത്രം കൃത്യമാക്കി വെച്ചു. ബാക്കി വേറെ ആർക്കാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ജോർജ് ഫിലിപ്പ്, രമാവതി മാം ഉണ്ടോ? കുമാർ സാർ പറയും. ലാബ്സൺ സാറ് പറഞ്ഞതിൽ എനിക്കുള്ള മനപ്രയാസമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ മനസ്സിന് കൂടുതൽ വിഷമം വരുന്ന കാര്യങ്ങൾ, പ്രയാസം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മനുഷ്യന് മനസ്സും ശരീരവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. രണ്ടിനും ഒരേ മാർക്ക് തന്നെ കൊടുക്കാൻ സാറിന് സാധിച്ചു. അത് നല്ല കാര്യമാണ്. ഇതിൽ ഏതാണ് വരുന്നത് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. നല്ല കാര്യമാണ്. വളരെ ഹൃദയസ്പർശിയായ കഥയായിരുന്നു. നല്ല രീതിയിൽ മനസ്സിലായി. വളരെ പ്രയാസമുണ്ട്. നന്നായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു കുമാർ സാർ. ഓക്കെ, രമാവതി മാം പറയും. സാറേ നമസ്കാരം. അതായത് സാറിന്റെ കഥയിലും കാര്യമുണ്ട് സാറേ. അതായത് ലാബ്സൺ സാറ് ഇത് ആദ്യം ഞാൻ കേട്ടില്ല സാറേ, സോറി. ഇപ്പൊ ഞാനൊരു 12 വന്നേ, 7-12 എന്നാലും ബാക്കി കാര്യങ്ങൾ ഞാൻ ഫുൾ കേട്ടു. അതിലിപ്പം ജീവിതത്തിന് വേണ്ടി, കലയ്ക്ക് വേണ്ടി. അപ്പം ഇതിപ്പോ കലയ്ക്ക് വേണ്ടിയ മാത്രം തോന്നുന്നു. കാരണം അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ, ഇപ്പം എവിടെയെങ്കിലും നമ്മള് കലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൂട്ടുകാരികൾ താമസിക്കുമ്പോ ഒറ്റയ്ക്ക് താമസിക്കാൻ എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷെ രണ്ടുപേരാണെങ്കിൽ അതിനൊരു ധൈര്യം വേറെ തന്നെയാണ്. അപ്പൊ എൻ്റെ ഒരു റൂം എടുത്തോളൂ എന്ന് പറയുമ്പോൾ അവര് സന്തോഷമാണ് രണ്ടുപേർക്കും. കാരണം ഷെയർ ചെയ്യാൻ ആളുണ്ട്. അങ്ങനെയാണല്ലോ ലൈഫിൽ. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ലൈഫ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മളിപ്പോ ജനിക്കുമ്പോ തന്നെ ആയുസ് ഇട്ടിട്ടുണ്ടാവുന്ന പറയുന്നത്. അതിന്റെ ഓരോ നിമിത്തങ്ങളാണ് 2 വയസ്സ് ഉള്ള കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു, ബക്കറ്റ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അത് നിമിത്താണ്. അപ്പൊ ആ സ്ഥിതിയിൽ ഇപ്പം കൂടുതൽ നമ്മൾ വിഷമമുണ്ടാക്കുന്നത് അസുഖം വരുമ്പോഴാണ്. നമ്മൾ മരണം എന്നുള്ള ഒരു ഇതിനെ പേടി വരുന്നത് നമുക്ക് ആ സമയത്ത്. അങ്ങനെയാകുമ്പം കൂട്ടുകാരിക്ക്, അതായത് അതിലുപരി കൂട്ടുകാരിക്കാണ് പേടി. കാരണം ഞാൻ ഒറ്റക്കായി പോവില്ലേ എന്നുള്ള ഒരു പ്രശ്നം. അത് ആ ഓരോ ഇലയും കൗണ്ട് ചെയ്യുമ്പം സാധാരണ അതില് അസുഖമായി കിടക്കുന്ന ഒരാളെക്കാളും വിഷമാണ് നമ്മുടെ കൂട്ടിനിരിപ്പുകാർക്ക്. ബൈസ്റ്റാൻഡേഴ്സിനാണ് അധികം പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പൊ ആ സ്ഥിതിയില് അവരിങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും ആ സമയത്ത് അവര് രോഗികള് ദേഷ്യപ്പെട്ടാൽ നമുക്ക് ദേഷ്യം തോന്നൂല. കാരണം അവരുടെ ആ അവസ്ഥ, മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കും. അന്നേരം പറയുന്നുണ്ട്, നിന്റെ നീ ഇങ്ങനെ കർട്ടൻ അടക്കുന്നത് ഇങ്ങനെ നീ ഒറ്റയ്ക്കാവുന്ന പേടിച്ചിട്ടല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ആകുമ്പോഴും ദേഷ്യമില്ല, കൂട്ടുകാരിക്ക് ദേഷ്യമൊന്നുമില്ല. അതിൽ തന്നെ കഥാകാരൻ കഥയില് പിന്നെ ചിത്രകാരൻ അത് വരച്ചിട്ട്, അതായത് അവസാനത്തെ ഇല വീഴുമ്പം ഞാൻ മരിക്കും എന്നുള്ളതാണ്. പക്ഷെ കൂട്ടുകാരിക്ക് അതിനേക്കാളും പേടിയാണ്. പക്ഷെ അവസാനത്തെ ഇല വീഴൂല. അപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞ പോലെ അത് ഇല വീഴില്ല. പക്ഷെ ചിത്രകാരൻ അവിടെ
പൂർണ്ണമാക്കുന്നു ആ കഥ. നല്ല കഥയായിരുന്നു സാറേ. താങ്ക് യു. താങ്ക് യു മാം. ലഫ്സി സാർ, സാറിന്റെ ഫൈനൽ കമന്റ്സ് കൂടെ പറയും. നാഷ് അബ്ദുറഹീം സാർ ആരെങ്കിലും പറയുന്നുണ്ട്? അല്ലെങ്കിൽ അവസാനം രമാവതി മാഡം പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ കല കലയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. അല്ല, ഈ കഥയിൽ നമ്മൾ കലയ്ക്ക് വേണ്ടി എന്നുള്ളതല്ല. അവിടെ മറ്റേ ആ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ഉള്ളവരുള്ള സ്നേഹത്തെ നമ്മൾ ജോഷി സാർ പറഞ്ഞതായിട്ടാണ് ശരിയായിട്ടുള്ള പോയിന്റ്. അത് ഞാൻ പറയാൻ മറന്നുപോയാ. ജോഷി സാർ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു. അതായത് മാസ്റ്റർ പീസ് വന്നത് എപ്പോഴാണ്? ആ മനുഷ്യരെ രക്ഷിക്കാനായിട്ട് അത് ഉദവിയുണ്ടാണ് മാസ്റ്റർ പീസ് ആയിട്ട് മാറി പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് കലയാകട്ടെ എന്താകട്ടെ, അത് മറ്റുള്ളവരെ രക്ഷിക്കാനല്ലേ, അവരെ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുക, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പം തീർച്ചയായിട്ടും കലയ്ക്ക് വേണ്ടിയുള്ള കല, അതായത് റിനൈസൻസ് പീരീഡിൽ, അതായത് നവോത്ഥാന ഘട്ടത്തിലുള്ളതായ ചിന്തയാണ് കലയെന്ന് പറയുന്നത്. ജീവിതത്തിന് വേണ്ടിയാണ് കല, അതിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത്. അവിടെ കലയ്ക്ക് വേണ്ടി വെറുതെ കലയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ കഥ എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കല ചെയ്യുക എന്നുള്ളതല്ല. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ജോഷി സാർ പറഞ്ഞാൽ വളരെ കറക്റ്റ്. സാർ അതെന്നാന്ന് വെച്ചാലേ, ഈ താങ്ക് യു സാർ. കലയുടെ 2 വേർഷൻസ് ആണ്. ചിലവര് അത് അർത്ഥപൂർണ്ണമായി, ജോഷി സാർ പറഞ്ഞ അർത്ഥപൂർണ്ണമായിട്ട് എടുക്കും. ചിലവര് അതിനെ കലയായിട്ട് തന്നെ എടുക്കും. എന്നാ അതിന്റെ മീനിങ്. ഈ കഥയിൽ അങ്ങനല്ല. അതല്ല, അല്ല, അത് നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. നമ്മള് ആരാണോ അത് ചെയ്യുന്നത്. ചില കലാകാരന്മാരുടെ സവിശേഷമായ ഒരു പ്രകൃതമാണ് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നതാണ് ചില കലകൾ. ഓക്കെ, ഈ കഥയിലെ ഓ ഹെൻറിയുടെ പ്രത്യേകതയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു എൻഡല്ല ആ കഥയ്ക്ക് ഉണ്ടാകുക. ഓ ഹെൻറിയുടെ ഏത് കഥ എടുത്താലും മിക്കവാറും സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കഥ പകുതി കാണുമ്പോൾ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം നമ്മൾ ക്ലൈമാക്സ് മനസ്സിൽ കാണും, ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അവിടെ ട്വിസ്റ്റ് ഉണ്ടാവും. ഓ ഹെൻറിയുടെ മിക്കവാറും കഥകൾക്ക് പ്രത്യേകതയാണ്. അത് ഇവിടെയും അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യനെ ഒരു മാസ്റ്റർ പീസ് ഉണ്ടാകണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിച്ച് ആ ബോർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബ്രഷ് എടുത്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, വിഷയം കിട്ടാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പൊ വിഷയം കിട്ടിയത് ജോൺസിക്ക് ഇതിൽ സംഭവിക്കുന്നേക്കാൾ മുൻപേ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് എങ്ങനെയാണോ ആ വൃക്ഷത്തിന് മേലെ നിൽക്കുന്നത് അതുപോലെ അതിന്റെ എല്ലാ കളേഴ്സും, മഞ്ഞ എടുത്ത് മഞ്ഞ, പച്ച എടുത്ത് പച്ച, കൊഴിഞ്ഞുവിടെ സാധ്യതയുള്ള എല്ലാ സാധ്യതകളും വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇലയോടെ നിർത്തുകയാണ്. ഞാന് സമയം കൂടുതലെന്ന് വെച്ചാൽ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ജോൺസി പറയുന്ന ഒരു വാക്കുണ്ട്, വൈ ഈസ് ദിസ് ലീവ് സോ ക്രൂവൽ ടു മീ എന്ന് ചോദ്യമുണ്ട്. ഈ ഇല വിടാതെ നിൽക്കുന്ന എന്ത് ക്രൂവൽ ഇലയാണിത്, എന്നെ ഇവിടെ വിടാൻ വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ചോദിക്കേണ്ടത്. എന്നിട്ടാണ് പിന്നെ അവരുടെ മൈൻഡ് മാറുന്ന ഒരു രംഗം വരുന്നത്. അപ്പൊ ഹെൻറിയുടെ ആ പെർസ്പെക്റ്റീവ് നാം എപ്പോഴും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. അപ്രതീക്ഷിതമായിട്ട് ഒന്ന് നമുക്ക് വരും. അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് അത് സാധിക്കും എന്നുള്ളതാണ്. അത് ഈ കഥയിലൊരു പ്രമേയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്, ഈ കൂട്ടുകാരികൾ, അവർക്ക് ജീവിതത്തിൽ ഒരേ ഒരുമയോടുകൂടെ ഒരേ മനസ്സോടുകൂടെ ചിന്തിക്കാൻ പലപ്പോഴും ലൈക്നെസ് വരുന്നത് രണ്ടുപേർക്കും ഒരേപോലെ കാര്യങ്ങളിലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹം വരുമ്പോഴാണ് ലൈക്നെസ് മുന്നോട്ട് പോകാൻ സാധിക്കുക. അത് ഇവരെ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഒരേ ചെറുവുള്ള തൂവൽ പക്ഷി എന്ന് പറയുന്നത് പോലെ രണ്ടുപേരും ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്, അവർക്ക് അവരുടെ പരിമിതി വെച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ അവനവന്റെ പരിമിതി പലരും ചിന്തിക്കാറില്ല. മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ട് അവർ പോഷായിട്ട് ജീവിക്കുന്നെങ്കിൽ എനിക്ക് പോഷായിട്ട് ജീവിക്കണം, എനിക്കത് മാർഗമില്ലെങ്കിൽ ഞാൻ കടമെടുക്കും, എന്നിട്ട് കടം വിട്ടാൽ സാധിക്കും, അത് ചിന്തിക്കില്ല. സാധിച്ചേക്കും എന്ന പ്രതീക്ഷയോടുകൂടെ അവർ മുന്നോട്ട് പോകും. ഇതിൽ അവരുടെ ആ ജീവിത ശൈലിയിൽ അവർക്ക് സാധിക്കാവുന്ന എന്താണോ അത് അന്വേഷിച്ചുകൊണ്ട് അവർ നടക്കുന്നത്. അതുകൊണ്ട് പരിമിതപ്പെടാനായിട്ട് അവർ തയ്യാറാകുകയാണ്. അവർക്ക് ജീവിത സുഖ സൗകര്യങ്ങൾ ആരെ ആസ്വദിക്കാൻ സാധിക്കില്ലെന്നൊക്കെ അറിയാം. പക്ഷെ അവർ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി കുറച്ചു നാള് ആ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട്, ആ ചെരി താമസിച്ചുകൊണ്ട് അവർ ലക്ഷ്യം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ജീവിത രീതി ഒരു പാഠത്ത് പഠിക്കാനായിട്ടുള്ളതാണ്. നാലാമത്, ഈ മനുഷ്യൻ ഡ്രങ്കാർഡ് ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ടൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലം ഒഴിച്ചു കൊടുത്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ സുഖ സൗകര്യം പരിമിതി കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്.
പലപ്പോഴും നമ്മൾ അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ജീവിതത്തിൽ കയറി പോകാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും ഞാനായിട്ട് ഇങ്ങനെ ചുരുങ്ങുന്നേ, എനിക്ക് എൻ്റെ രീതി, നമ്മള് സീറ്റിലിരിക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു 2 പേരും ഒരു കൊച്ചുണ്ടാവും, 3 സീറ്റിലെ വണ്ടിയായിരിക്കും, 2 പേർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നാലും ഒന്ന് ഒതുങ്ങിയിരിക്കുമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ദേഷ്യം മുഖത്ത് പ്രകടിപ്പിക്കുക. കണ്ടക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ടർ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് സീറ്റ് തന്നേക്കും. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. വേറെ എവിടെയും സീറ്റ് ഉണ്ടോ എങ്കിൽ ചാടി പോയിട്ട് പോകും. കാരണം അവരുടെ മനസ്സില്ലാതെ അത് നമ്മൾ അവർക്ക് ആ കുഞ്ഞിനെ ഒന്ന് വഴി വെച്ച് കഴിഞ്ഞാൽ സാധിക്കാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ഞെങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കുമല്ലോ എന്ന് പോലും പലപ്പോഴും ചിന്തിക്കാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അത് ഈ ആർട്ടിസ്റ്റ്, അയാൾ ഡ്രങ്കാർഡായിരുന്നെങ്കിലും അയാൾ ആ കാര്യത്തിൽ ഒതുങ്ങി കൊടുത്തുകൊണ്ട് അവർക്ക് കേക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത്രയും കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ള ബാക്കിയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞതൊക്കെ, എല്ലാം നല്ലത്. ഏതായാലും ആ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന ആ ചിന്താഗതിയിൽ ആ ഒ ഹെൻറി എഴുതിയ കഥ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജോർജ് സാർ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? സോ ഒന്നും പറയാൻ രാജ് സാർ എന്തെങ്കിലും പറയുന്നു? സാറിനോട് ഒരു സംശയമുണ്ട് എനിക്ക്. ഞാനിപ്പോ ഈ കഥ വായിച്ചിട്ടില്ല, ഇതായിട്ട് ഫിസിക്കൽ ഫോമിൽ വായിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ആ വളരെ പ്രായമുള്ള വ്യക്തിയായിരുന്നു. വളരെയധികം മഞ്ഞ് മൂടിയിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹം ആ വെളിയിൽ പോയി കാറ്റൊക്കെ മഞ്ഞും തണുത്ത കാറ്റും ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് രോഗിയായിട്ട് മരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ സ്റ്റെപ്പ് മറിഞ്ഞു വീണ് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ല, സ്റ്റെപ്പെന്ന് വീണു, കോണിന്ന് വീണു ഞാൻ പറഞ്ഞത്. അദ്ദേഹം കോണി തട്ടി വീണതല്ല, അദ്ദേഹം മരിച്ച് അവിടുന്ന് വരച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പിടിക്കും അദ്ദേഹം രോഗിയായി. അങ്ങനെ ആരോഗ്യം പോയിട്ട് വീണത്, അവിടെ പൊട്ടി മരിക്കല്ലാണ്, മരിച്ചു വീഴുകയായിരുന്നു. അങ്ങനെ രോഗം ബാധിച്ചിട്ട് അദ്ദേഹം മരിച്ച് താഴെ കിടക്കുമ്പോൾ ആൾക്കാർ കൊണ്ട് കൂട്ടിയിട്ട് അപ്പൊ കാണുകയാണ്. കാരണം ആ കഴിഞ്ഞ് അധിക സമയം ആയിട്ടില്ല, ആ സമയമാകുന്നതിന് മുമ്പ് മരിച്ചു കണ്ട അധിക സമയം ആയിട്ടില്ല, ആൾക്കാർ വന്ന് കൂടുന്ന ഒരു രംഗമായിട്ടുള്ളൂ. അങ്ങനെ ആ കഥ പോകുന്നത് അങ്ങനെയാണ്. പെയിന്റിങ് അത് വരയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം രോഗിയായിട്ട് മാറുക, കാരണം അവിടെ കാറ്റും തണുത്ത കാറ്റും അന്തരീക്ഷ കാലാവസ്ഥയൊക്കെ മോശമായിട്ട് പുറത്ത് ചെയ്യുന്നത് അസുഖം പിടിക്കുക. പ്രായമുള്ള ആളാണ്. അതെ, പ്രായമുള്ള. പിന്നെ കഥയാണല്ലോ, കഥയിൽ അതിൻ്റെതായ ഒരു ക്ലൈമാക്സ് ഉണ്ട് അല്ലേ? അല്ല, ഒ ഹെൻറി അങ്ങനെ സാറ് പറഞ്ഞത് എഴുതിയിട്ടുണ്ട്. ഞാന് ഒന്ന് പരിമിതപ്പെടുത്തിയത് മാത്രം. കാരണം അതിങ്ങനെ നീണ്ടു പോയി വല്ലാതെ നീണ്ടു പോകുമ്പോൾ ആൾക്കാർക്ക് ഇത് കഴിയില്ലെന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് വിചാരിച്ച് ഞാൻ കുറച്ച് ചുരുക്കുന്നു മാത്രമേ. ഒ ഹെൻറി അതങ്ങ് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയി എത്തിച്ചിട്ട് ജോൺസൺ ഇപ്പം മരിക്കുമെന്ന് വരെ നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷെ ആ സമയത്ത് ട്വിസ്റ്റ് വരും. ആ രീതിയിൽ അത് അവതരിപ്പിക്കും. വെയിറ്റിംഗില് നമുക്ക് ആ ഫീലിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകും. അതെ അതെ, അത് അവരെന്ന് ആ കൂട്ടുകാരെ എണ്ണുകയാണ്. ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോ ഉണ്ടാവും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന അതൊക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. രാജേശ്വരൻ എന്തായാലും ഫിസിക്കലായിട്ട് ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ, നല്ല ഒരു കഥയാണ്. എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം ഇതിനകത്ത് നോക്കുമായിരുന്നു, യൂട്യൂബിനകത്ത് നെറ്റിനകത്ത് നോക്കുക. ഗിഫ്റ്റ് ഓഫ് ദ മാജി എന്ന് പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ഓഫ് ദ മാജി എന്ന് പറയുന്ന ആ കഥ വായിച്ചിട്ടുണ്ടോ സാർ? അത് വായിച്ചിട്ടുണ്ട്. ഒ ഹെൻറിയുടെ ഒരു പ്രധാന ആരാധകനാണ്. അല്ല, ഒ ഹെൻറിയുടെ കഥകൾക്കൊക്കെ അതിന്റെ സ്റ്റൈൽ ഉണ്ട്, അതാ പറയുന്നത്. അല്ല, അതിന്റെ ലാസ്റ്റ് ഒരു വ്യതിയാനം വരുന്നത് ദ കോപ്പ് ആൻഡ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കഥയാണ്. കോപ്പ് ആൻഡ് ആൻഡ് പറഞ്ഞിട്ടില്ല, ആരും വേറെ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. കഥയുടെ രക്തചുരുക്കത്തിലേ ഉള്ളൂ. 2 വാചകം കൊണ്ടേ പറയാം. ഒരു ജയിലിൽ കിടക്കുന്ന ഒരാള് ജയിലിൽ നിന്ന് മോചിതനായിട്ട് പുറത്തു വരുന്ന അവസരത്തിൽ അയാളെ ആരും സ്വീകരിക്കുന്നില്ല. അപ്പൊ അയാൾ വീണ്ടും അല്ല സിഗരറ്റ് വലിക്കുന്നല്ല. ഒ ഹെൻറിയുടെ കഥയില് ഇയാള് വീണ്ടും ജോലിയിൽ പോകാൻ ആഗ്രഹിക്കുക. പുറത്ത് ജീവിക്കാൻ മാർഗമില്ല, ആരും ജോലി തരുന്നില്ല, ഭക്ഷിക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ജോലി കിട്ടാൻ വീണ്ടും ജയിലിൽ പോയാൽ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ജോലിയിൽ പോകാനായിട്ട് ഒന്നിന്റെ കാര്യങ്ങൾ ചെയ്യപ്പോഴൊന്നും പിടിക്കപ്പെടില്ല. ലാസ്റ്റ് ഇയാള് പിടിക്കപ്പെടാതെ ആകുമ്പോൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അവിടെ നല്ല സംഗീതം കേൾക്കുന്നുണ്ട്. ആ സംഗീതം കേട്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്ന അവസരത്തിൽ ഉടനെ പോലീസുകാരൻ വന്നിട്ട് നീ എന്തിനാ ഈ പള്ളി കയറുന്നോണ്ട് പിടിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രംഗമാണ്.
കോപ്പ് ആൻഡ് ഡാൻഡ് ആ പാട്ട് കേട്ട് അയാൾ പള്ളിയിൽ പോവുക. അയാൾ മനസ്സ് മാറിയിട്ട് നല്ലവനാകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പോവുക. ദൈവത്തിന് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും സഹായം കിട്ടും എന്ന പ്രതീക്ഷയോടെ, നല്ല പ്രതീക്ഷയോടെ അയാൾ കടന്നു വരിക. കടന്നു വരുന്ന അവസ്ഥ അൺഎക്സ്പെക്ടഡ് ആയിട്ട് അയാൾ പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുപോകുന്ന രംഗം പറയും. ഫൈൻ അടിക്കണം സാർ, കഴിഞ്ഞ ആഴ്ച വന്നില്ല. ജോഷി സാർ പറഞ്ഞതിന് ശേഷം നമ്മുടെ സ്നേഹലത മാമിന്റെ ആദ്യത്തെ കഥയായിരുന്നു. അതെ, ഞാൻ കേട്ടിട്ടില്ല. പറയാൻ വരാന്ന് പറഞ്ഞു, പക്ഷെ നെറ്റ് പ്രോബ്ലം ആയ കാരണം വരാൻ പറ്റി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വൺസ് അഗൈൻ. നാളെ നമുക്ക് മൈൻഡ്ഫുൾ ലേണിംഗ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Okay, see you. Good night. Good night. Thank you, sir. Good night, sir.